എറണാകുളം കാലടിയിൽ കാട്ടാന ആക്രമണം. കല്ലാല എസ്റ്റേറ്റ് ഡിവിഷനിലെ തൊഴിലാളി പ്രസാദിന്റെ വാരിയെല്ലിന് പരിക്കേറ്റു. പാലക്കാട് ധോണിയിലും കോഴിക്കോട് കാരശ്ശേരിയിലും പുലിയെ കണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. അതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ല. പുതിയ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വന്യജീവികളുമായി ബന്ധപ്പെട്ട വാർത്തകളില്ലാത്ത ഒരു ദിനം അടുത്തെങ്ങും കടന്നുപോയിട്ടില്ല. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവിന്റെ വാർത്ത ഇന്ന് എറണാകുളത്തു നിന്നും പുറത്തു വന്നു. പാലക്കാടും കോഴിക്കോടും പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. വയനാട് മുത്തങ്ങ ബന്ദിപ്പൂർ പാതയിൽ വാഹനം തടഞ്ഞു നിർത്തി ഭക്ഷണം തേടുന്ന കാട്ടാനയുടെ ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നു. എറണാകുളം കല്ലല പ്ലാന്റേഷനിലെ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ പ്രസാദ് പ്രദേശവാസിയാണ്. നേരിട്ടതോ ക്രൂരമായ ആക്രമണവും. പ്രസാദിന്റെ വാരിയെല്ലുകൾ ശ്വാസകോശത്തിലേക്ക് തുളച്ചു കയറി. പ്രദേശത്ത് സ്ഥിരം കാട്ടാന ശല്യമുണ്ടെന്നും ഇത് പരിഹരിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും ദൃക്സാക്ഷി പറയുന്നു. സ്ഥിരമായിട്ട് ആന വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ താഴെ വേറൊരു ആനേനെ കണ്ടു. ആ ആനേനെ ശ്രദ്ധിച്ച ആൾ നിൽക്കുമ്പോൾ വേറെ ആന പുറകിലൂടെ വന്ന് ആക്രമിക്കായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ആന അദ്ദേഹത്തെ ഓടിച്ചു. അദ്ദേഹം 1-2 പ്രാവശ്യം വീണു. അതിനുശേഷം ആന അദ്ദേഹത്തെ കുത്താൻ ശ്രമിക്കുകയും പുള്ളിയുടെ പാന്റിന്റെ ഉള്ളിലൂടെ കൊമ്പ് കോർത്ത് പുള്ളി കൊമ്പിൽ തൂങ്ങിക്കിടക്കായിരുന്നു എന്നാണ് ഇപ്പോൾ ചെറിയ അബോധാവസ്ഥയുണ്ട്. എന്നാലും സംസാരിക്കുന്നുണ്ട് ആള് ഭംഗിയുണ്ട്. അതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതിയും മാറ്റമില്ലാതെ തുടരുകയാണ്. ആന അവശയായി വെറ്റിലപ്പാറ സ്കൂളിന് സമീപം നിൽക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. പത്തനംതിട്ട തണ്ണിത്തോട് 2 ദിവസമായി ജനവാസ മേഖലയിൽ തുടരുന്ന കാട്ടാന ഇന്ന് ചെരിഞ്ഞു. കുട്ടിയാനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന പിടിയാനയാണ് ചരിഞ്ഞത്. അതേസമയം പാലക്കാട് ധോണിയിലും കോഴിക്കോട് വല്ലത്തായ്പാറയിലും പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ധോണി മൂലമ്പാടം സ്വദേശിനി ശാരദയുടെ കോഴിക്കൂട്ടിൽ നിന്നും പുലി കോഴിയെ പിടിച്ചുവെന്നാണ് പരാതി. കോഴിക്കോട് വല്ലത്തായ്പാറയിൽ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നവർ ഇന്ന് പുലർച്ചെയാണ് പുലിയെ കണ്ടത്. സ്ഥലത്ത് വനംവകുപ്പ് ഉടൻ ക്യാമറ സ്ഥാപിക്കും. വയനാട് മുത്തങ്ങ ബന്ദിപ്പൂർ വനമേഖലയിൽ ചരക്ക് വാഹനങ്ങൾ തടഞ്ഞ കാട്ടാനയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നു. പഴവും പച്ചക്കറികളും കയറ്റി വരുന്ന വാഹനങ്ങളാണ് തടഞ്ഞിട്ടിരുന്നത്. വേനൽ വർദ്ധിക്കുന്നതോടെ കാട് വിട്ട് നാട്ടിലിറങ്ങുന്ന വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് നിഗമനം. വനാതിർത്തികളിലെ പെട്രോളിംഗ് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കേണ്ടതും വനം വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ.